ഗൈസ് വെൽക്കം ടു അവർ ചാനൽ ദ റിവ്യൂ റീൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അദ്വൈത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദ ലാലേട്ടൻസ്, നമ്മുടെ സ്വന്തം മലയാളത്തിൻ്റെ ലാലേട്ടൻ്റെ തുടരും എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കാനാണ്. തരുൺ മൂർത്തിയുടെയും ലാൽ സാറിൻ്റെയും ഒരു മാജിക് എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു പടം കണ്ടപ്പോൾ എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. അതായത് എന്താ പറയുന്നത്, ഞാൻ ചില റിവ്യൂവേഴ്സിനെയും അതുപോലെ തന്നെ എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ പോയി പടം കണ്ടതിന് ശേഷം എന്നെ വിളിച്ച് പറഞ്ഞു, അളിയ ഇങ്ങനെയാണ്, ഇത്രയും ഹൈപ്പുള്ള പടമാണ്, നല്ല പടമാണ്, ഓക്കെ, ഒരു പഴയ ലാലേട്ടനെ കാണാൻ പറ്റിയ പടമാണെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. ബട്ട് ഞാൻ അത്ര ഒരു എക്സ്പെക്റ്റേഷൻ ഒന്നും തന്നെ കൊടുക്കാം, പക്ഷേ ഓവറായിട്ട് ഹൈപ്പൊന്നും കൊടുത്തിരുന്നില്ല. നേരെ മറിച്ച് അവർ പറഞ്ഞത് വെച്ചൊരു ചിത്രം, അതായത് ഇങ്ങനെ ആയിരിക്കും, അതായത് ഏകദേശം ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് എക്സ്പെക്റ്റ് ചെയ്തെങ്കിൽ, ബട്ട് സീരിയസ്ലി ഗൈസ് ഞാൻ അതിൻ്റെ പീക്ക് ലെവലാണ്. അതായത് ഞാൻ ചിന്തിച്ചത് എത്രയാണോ അതിൻ്റെ അങ്ങറ്റം, അതിനേക്കാൾ ഒരുപാട് മുകളിലാണ് പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ബിക്കോസ് എന്താ പറയുന്നത്, പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആരാണ് ചെയ്തതെന്ന് ഞാൻ നോക്കില്ല, ബട്ട് എനിക്കത് ചെക്ക് ചെയ്യണമെന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത ആൾ തരുൺ മൂർത്തി സാറിൻ്റെ ഡയറക്ഷൻ ആൻഡ് മേക്കിംഗ്, ഷോട്ടുകൾ, ക്യാമറമാൻ്റെ സ്കിൽസ് എല്ലാം, ഓരോ ഷോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന രീതി കാണണം ഗൈസ്. നമ്മൾ ശരിക്കും കിളി പറഞ്ഞു. അതായത് പത്തനംതിട്ട എന്ന് പറഞ്ഞ ഗ്രാമത്തിൻ്റെ, അതായത് പത്തനംതിട്ട എന്ന് പറഞ്ഞ ആ ഒരു ജില്ലയുടെ ഫുള്ള് ഒരു സൗന്ദര്യം ഈ പടത്തിൽ കറക്റ്റ് നമുക്ക് എടുത്തറിയാം. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ലാലേട്ടൻ്റെ ചില പഴയ, അതായത് ക്ലാസിക് ലുക്കുകളും ക്ലാസിക് ഡയലോഗ്സും അതുപോലെ തന്നെ ക്ലാസിക് സ്റ്റൈൽസ്. അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പുള്ളിയുടെ കുറേ ഇമോഷൻസ് ഉണ്ടല്ലോ, ലൈക്ക് ഒരു എന്താ പറയുന്നത്, പുള്ളിക്കാരെ ഒരു എക്സ്പ്രഷൻസ്, ഉദാഹരണത്തിന് പിരുകം വെച്ചുള്ള ഓരോ എക്സ്പ്രഷൻസ്, അതുപോലെ കണ്ണ് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഇതിലൊരു സീനുണ്ട് ഗൈസ്. എനിക്ക് ശരിക്കും എനിക്ക് തോന്നുന്നു ഞാനാണെന്ന് തോന്നുന്നു ഇവിടെ മെയിനായിട്ട് കൈയടി തുടങ്ങിയത്. ലൈക്ക് ആ തിയേറ്റർ മൊത്തം കൈയടിയായിരുന്നു. ആൻഡ് ഈ സീൻ കണ്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ കൈയടിച്ചു ഗൈസ്. ആ കാര്യം എനിക്ക് അത്രയ്ക്ക് ഇതായിരുന്നു. അതായത് അതെനിക്ക് പറഞ്ഞു തന്നത് സ്പോയിലർ ആവും, ബട്ട് ഒരു സീനുണ്ട് ഗൈസ്, കണ്ണു വെച്ചൊരു സാധനം, എൻ്റെ മോനെ, ഇപ്പം ട്രെൻഡിങ് ആണ് അത്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പം ചെറുതായിട്ട് വന്നു തുടങ്ങി. ഒരു 2 സെക്കൻഡ് ഒരു വീഡിയോ, ഒരു 2 സെക്കൻഡ് മാത്രമേ ആ ഒരു സീൻ വരുന്നുള്ളൂ, പക്ഷേ ആ ഒരു സീൻ മതി ലാലേട്ടൻ്റെ പഴയ ലുക്ക്, അല്ലെങ്കിൽ പഴയ ആ ഒരു ലാലേട്ടൻ്റെ കറക്റ്റ് വൈബ് കിട്ടാൻ. അതുപോലെ തന്നെ ഫസ്റ്റ് ശോഭന മാമോട്ടുള്ള സിങ്ക് റോളൊക്കെ, അതുപോലെ സീൻസൊക്കെ ആണെങ്കിൽ മാമോട്ടുള്ള ചില സീൻസൊക്കെ നമുക്ക് പഴയ ലാലേട്ടൻ്റെയും ശോഭനൻ്റെ ഒക്കെ പടമൊക്കെ ഓർമ്മ വരുന്ന രീതിക്കുള്ള ചില സീൻസൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വില്ലൻസിൻ്റെ ക്യാരക്ടർ എനിക്ക് എന്തോ പറയണ്ട, എനിക്ക് ഒന്നും പറയാനില്ല ഗൈസ്. സീരിയസ്ലി ബിനിച്ചേട്ടനാണ് മറ്റു സാറ് പേര് പ്രതാപ് വർമ്മ സാർ, രണ്ടുപേരോടും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഹാറ്റ്സ് ഓഫ് ആണ്. കാരണം നമുക്ക് വെറുപ്പ് തോന്നുന്ന വില്ലൻ, അതായത് നമ്മളെ കൊണ്ട് മാക്സിമം വെറുപ്പിക്കുക എന്ന് പറഞ്ഞാൽ വെറുപ്പിച്ച് കൈ തന്നിട്ടുണ്ട് രണ്ടുപേരും. വില്ലനിസം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് അഡ പീക്ക് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് ലാലേട്ടനെ എങ്ങനെയൊക്കെ എടുത്തിട്ട് എൻ്റെ പൊന്നോ, ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു ലാലേട്ടൻ്റെ അടിക്കുന്ന സീനുണ്ട്. കൈ അടിച്ച് ഞാനൊക്കെ വിസിലടിച്ചൊക്കെ ഒരു പവറായിരുന്നു കേട്ടോ. സീരിയസ്ലി കേസ് ചില സീനൊക്കെ അടിച്ചിട്ട് ഗൂസ് ബമ്പ് എന്ന് പറഞ്ഞാൽ അമ്മാര് ഗൂസ് ബമ്പായിരുന്നു. അതായത് നമ്മൾ പഴയ ലാലേട്ടൻ, അതായത് മുണ്ടുമടയൊക്കെ മീശ വിരിച്ചുള്ള ലാലേട്ടൻ, ആ ഒരു ലാലേട്ടൻ നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട്, ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. നമ്മളത് എന്താണോ നമ്മൾ മിസ് ചെയ്തിരുന്നത് അത് നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട് ഗൈസ്. സീരിയസ്ലി ഞാൻ ഒരു നന്ദി പറയുന്നത് തരുൺ മൂർത്തി സാറിനോടാണ്. തരുൺ മൂർത്തി സാർ ഇങ്ങനൊരു പടം എടുത്തതിനും നമ്മുടെ ലാലേട്ടനെ ഇതേപോലെ തിരിച്ചു കൊണ്ടുവരുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം ഇങ്ങനൊരു സ്ക്രിപ്റ്റ്, അതായത് ഈ ഒരു സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ലെവലാണ്. അതായത് ഇങ്ങനൊരു ത്രെഡ് മാക്സിമം വർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ എത്ര വർക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും ടോപ്പിൽ തരുൺ സാർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ കൈയടി അറിയിക്കുന്ന ആൾക്കാരാണ് ക്യാമറാമാൻ, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത ആൾ. ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ട് സ്കോർസും മ്യൂസിക്കെല്ലാം വേറെ ലെവലായിരുന്നു കേട്ടോ. കാര്യം ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം, അതിനകത്ത് ചില സീൻസിനകത്ത് ഒരു ഫോക്ക് രീതിയിലുള്ള, അതായത് ഒരു നാടൻ രീതിയിലുള്ള ചില ട്യൂൺസ് വരുന്നുണ്ട്, ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുന്നുണ്ട്. അത് നമുക്കൊരു നമ്മുടെ ഈ ഇടയ്ക്ക് ഇറങ്ങിയ ചാവേർ പടത്തിനകത്ത് പൊലിക എന്ന് പറഞ്ഞ പാട്ടില്ലേ, അത് കേൾക്കുന്നു. പൊലിക ആ ഒരു പാട്ടിൻ്റെ ആ ഒരു ബീറ്റ് ഉണ്ടല്ലോ, ആ ഒരു താളത്തിൽ കിടക്കുന്നൊരു സാധനമുണ്ട്. അത് നമുക്കത് കേൾക്കുമ്പോൾ ഒരു എന്താ പറയുന്ന, ആ തിയേറ്ററിൽ ഇരുന്ന ഒരു
കേൾക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ശരിക്കും കിട്ടിയിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ വില്ലൻസ്, അതുപോലെ ശോഭന മാം ആണെങ്കിലും ശോഭന മാമിന് വലിയ ഒരുപാട് പെർഫോം ചെയ്യാനുള്ള റോൾസ് ഒന്നുമില്ല, എന്നാലും ഉള്ള റോൾസ് മാഡത്തിന് കൊടുത്തേക്കുന്ന റോൾസ് എല്ലാം മാം ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ്റെ കാര്യം പിന്നെ പറയുകയാണെങ്കിൽ ലാലേട്ടൻ തകർത്തിട്ടുണ്ട് പടത്തിൽ. പടം വേറെ ലെവലിൽ കൊണ്ടുപോയത്. പിന്നെ ചില ക്യാമിയോ എന്നൊക്കെ പറയാൻ പറ്റുമെന്നറിയില്ല, ജസ്റ്റ് ഒരു ചെറിയ ക്യാമിയോസൊക്കെ ഉണ്ട് പടത്തിൽ. നമുക്ക് ഞാൻ പുറത്ത് വെക്കുന്നില്ല, ചില ചെറിയ ക്യാമിയോസ് ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ റോൾസ് ആണെങ്കിൽ നമ്മൾ ഷൈജു അടിമാലി, അതുപോലെ തന്നെ മറ്റേ ശശാങ്കൻ ചേട്ടൻ, അങ്ങനെ കുറച്ച് പേരൊക്കെ ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ട്. അവരൊക്കെ കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം. ഞാനൊരു ആർട്ടിസ്റ്റാണ്, ആസ് എ മിമിക്രി ആർട്ടിസ്റ്റ്. അവരെയൊക്കെ ഈ ഒരു പടത്തിൽ ഇങ്ങനെ കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് തുടരുമിൻ്റെ വിശേഷങ്ങൾ. തിയേറ്ററിൽ 100 ആയിട്ട് വിജയിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും പടം പോയി കാണുക. വീഡിയോസ് കാണുന്ന എല്ലാവരും പടം പോയി കാണുക. തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഗൈസ്, സീരിയസ്ലി ഇത് മസ്റ്റ് വാച്ചിങ് തിയേറ്ററാണ് കേട്ടോ. OTT കാണാൻ ആരും നിൽക്കരുത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് എല്ലാം തിയേറ്ററിക്കൽ എഫക്റ്റാണ് മെയിൻ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ഉറപ്പായിട്ടും റെക്കമെൻഡ് ചെയ്യുന്ന തിയേറ്ററിൽ പോയി കാണാൻ തന്നെയാണ്. ഒരിക്കലും ആരും OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ, ഞാനിങ്ങനെ ഫ്രാങ്കായിട്ടാണ് സംസാരിക്കുന്നത്, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.